ബലാത്സംഗ കേസിൽ നടൻ സിദ്ദീഖിനെതിരെ നിർണായക തെളിവുകൾ കണ്ടെത്തി പോലീസ്. സിദ്ദീഖിനെതിരായ സാക്ഷിമൊഴികളും ബലാത്സംഗത്തിന് പിന്നാലെ പരാതിക്കാരി മാനസിക സംഘർഷത്തിന് ചികിത്സ തേടിയതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചു. സംഭവം നടന്ന 2016 ജനുവരി 28-ന് പരാതിയിൽ പറയുന്ന തിരുവനന്തപുരത്തെ മാസ്കോട്ട് ഹോട്ടലിൽ സിദ്ദിഖ് താമസിച്ചിരുന്നു. ഇതിനു മുൻപ് നിള തിയേറ്ററിൽ നടന്ന സിനിമാ പ്രിവ്യൂവിൽ സിദ്ദിഖ്, നടിയുടെ അമ്മ എന്നിവർ പങ്കെടുത്തു. പരാതിയിൽ പറയുന്ന ഇക്കാര്യങ്ങളെല്ലാം സാധൂകരിക്കുന്ന തെളിവുകൾ ലഭിച്ചെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. സിദ്ദിഖ് ഹോട്ടലിലെ 1-ാം നിലയിലുള്ള 101D എന്ന മുറിയിൽ താമസിച്ചതിന്റെ രേഖകൾ ഹോട്ടലിൽ നിന്ന് പോലീസിന് ലഭിച്ചു. ജനുവരി 27-ന് രാത്രി 12 മണിക്ക് മുറിയെടുത്ത സിദ്ദിഖ് പിറ്റേന്ന് വൈകിട്ട് 5 മണി വരെ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്നും തെളിഞ്ഞു. ചോറും മീൻകറിയും തൈരുമാണ് സിദ്ദിഖ് കഴിച്ചതെന്ന യുവതിയുടെ മൊഴി ശരിവെക്കുന്ന ഹോട്ടൽ ബില്ലും അന്വേഷണ സംഘം കണ്ടെത്തി. പ്രിവ്യൂ ഷോയിൽ പങ്കെടുത്തവർ നൽകിയ മൊഴികളും നിർണായകമായി. ബലാത്സംഗത്തിന് പിന്നാലെ കാക്കനാട്ടും പിന്നീട് കൊച്ചി പനമ്പള്ളി നഗറിലുമുള്ള 2 വനിതാ സൈക്കാട്രിസ്റ്റുകളുടെ ചികിത്സയിൽ കഴിഞ്ഞെന്നായിരുന്നു നടിയുടെ മൊഴി. രണ്ടുപേരും ഇക്കാര്യം ശരിവെച്ച് അന്വേഷണ സംഘത്തിന് മൊഴി നൽകുകയും ചെയ്തു. ബലാത്സംഗം നടന്ന 1 വർഷത്തിന് ശേഷം കാട്ടാക്കടയിലുള്ള ഒരു സുഹൃത്തിനോട് യുവതി ഇക്കാര്യം പറഞ്ഞിരുന്നു. പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ സുഹൃത്ത് ഇക്കാര്യം ശരിവെച്ചു. ഇനി യുവതി ഇതേ ഹോട്ടലിൽ സന്ദർശകയായി എത്തിയതിന്റെ ഡിജിറ്റൽ തെളിവുകൾ ലഭിക്കുമോ എന്നതാണ് പോലീസ് നോക്കുന്നത്. ഇത് ലഭിച്ചാൽ ഉടൻ തന്നെ തുടർ നടപടികൾ സ്വീകരിക്കാനും കുറ്റപത്രം നൽകാനുമാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. മീഡിയ 1 തിരുവനന്തപുരം.